എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ 1 കിലോ ബീഫ് നമ്മൾ കഴുകി വാരി വയ്ക്കുക. അതിലോട്ട് വേണ്ട എല്ലാ പൊടികളും നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് 4 അല്ലി വെളുത്തുള്ളി ഇടുക, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 2 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 4 കഷ്ണം ചെറുള്ളി. ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. കഴുകി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ള ആ മസാലക്കൂട്ടിൻ്റെ പകുതിയോളം ഇതിൽ ചേർക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഗ്യാസ് സ്റ്റൗവിൽ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും റെഡ് ചില്ലിയും ഇത് മൂന്നും ആദ്യമേ തന്നെ ആ എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി ഒരു 50 ഗ്രാം ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ആ സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മളിട്ട് വാട്ടിയെടുക്കണം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള മസാലക്കൂട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെയും മൂടി വയ്ക്കുക. മസാല നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ നന്നായി വെന്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി തീ നന്നായി കൂട്ടി വെച്ചിട്ട് നമ്മൾ ആ വെള്ളം മൊത്തം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം മൂടി നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ പിന്നെയും അത് മിക്സ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്ക് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇത് രണ്ടും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായി വരണ്ട് വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി. എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ.